പായസപ്പാറയിൽ പായസപ്പൂജ നടത്തി ആദിവാസി വിശ്വാസികൾ. കോതമംഗലം ക്നാച്ചേരി വനത്തിനുള്ളിലെ വിശാലമായ പാറയിലാണ് പായസപ്പൂജ നടത്തിയത്. 12 ദിവസം വ്രതമെടുത്ത് ക്നാച്ചേരി അമ്മയ്ക്ക് പായസം നിവേദിക്കുന്നതാണ് പൂജയുടെ പ്രധാന ചടങ്ങ്. വിവിധ ആദിവാസി ഊരിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിശ്വാസികൾ പൂജയിൽ പങ്കെടുത്തു. ക്നാച്ചേരി വനത്തിനുള്ളിലെ വിശാലമായ പാറയിലാണ് പായസപൂജയ്ക്കുള്ള ചടങ്ങുകൾ നടന്നത്. ഈ പാറയ്ക്ക് മുകളിൽ 2 ദ്വാരങ്ങളുണ്ട്. നിറയെ വെള്ളമുള്ള ഈ ദ്വാരങ്ങൾ ശിവഭഗവാന്റെ നാസാദ്വാരങ്ങളാണെന്നാണ് സങ്കല്പം. ഈ ദ്വാരങ്ങൾക്ക് മുന്നിൽ പൂജാരി തെളിവിളക്ക് വെക്കുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. 12 ദിവസം വ്രതമെടുത്ത് ക്നാച്ചേരി അമ്മയ്ക്ക് പായസം നിവേദിക്കുന്നതാണ് പായസപൂജയുടെ പ്രധാന ചടങ്ങ്. വിവിധ കോളനികളിൽ നിന്നുള്ളവർ പിണവൂർ കുടിയിൽ ഒത്തുചേർന്ന് ഘോഷയാത്രയായിട്ടാണ് പായസപ്പാറയിലേക്ക് എത്തുന്നത്. പായസപ്പാറയിലെ ഉറവ വറ്റാത്ത ശിവന്റെ നാസാദ്വാരങ്ങളെന്ന് വിശ്വസിക്കുന്ന കുഴിയിൽ നിന്ന് വെള്ളമെടുത്താണ് പായസം ഉണ്ടാക്കുന്നത്. 101 രൂപ എല്ലാ വീടുകളിൽ കയറി ഇറങ്ങി പിരിവ് കൊടുക്കും. പിരിവ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ പായസം വരുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ പായസം വെക്കും. ഈ ദേവിയുടെ പേര് വള്ളിയമ്മ എന്നാണ്. ദേവിയുടെ അനിയത്തി മാമലക്കണ്ടത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ ആനക്കുളത്താണ് ഒരാളിരിക്കുന്നത്. എല്ലാം ദേവികളാണ്. രോഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും പരമ്പരാഗതമായി തുടർന്നു വരുന്ന ഈ പായസപൂജയിലൂടെ കൈവരുമെന്നാണ് ഇവരുടെ വിശ്വാസം. പണ്ടുകാലം മുതലുള്ള ഒരു ആചാരമാണിതെന്നും വള്ളിയമ്മയെ പ്രീതിപ്പെടുത്താനാണ് പായസപൂജ എല്ലാ വർഷവും നടത്തുന്നതെന്നും വിശ്വാസികളായ ആനിയപ്പനും ലീലയും പറഞ്ഞു. ചടങ്ങിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പണ്ടൊക്കെ ഞങ്ങൾ കാട്ടുകിഴങ്ങും അത് ഇതൊക്കെ ചുട്ടാണ് അമ്മയ്ക്ക് ഒരു കർമ്മം നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പം അങ്ങനെയല്ല, പായസം ഊട്ടിയാണ് ഞങ്ങൾ അമ്മയെ തൃപ്തിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ വർഷവും കുംഭം 3 എന്ന് പറയുമ്പോൾ ആടിപ്പാടി ഈ പായസപ്പാറയിൽ വന്നിട്ട് പായസം ഊട്ടി നടത്തി അമ്മയെ തൃപ്തിപ്പെടുത്തിയാണ് ഒരു 4 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഊരിലോട്ട് മടങ്ങി പോകാറുള്ളത്. അങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ നടത്താറുണ്ട്. അത് കുംഭം 3 നടത്തും. ആനക്കുളം വള്ളിയമ്മയാണ്. ഈ വള്ളിയമ്മയാണ് പണ്ട് രാജാവിൻ്റെ കാലങ്ങളിൽ, ഈ നമ്പി രാജാവിൻ്റെ കാലങ്ങളിൽ ഈ രാജാവ് മരിച്ച ശേഷമാണ് വള്ളിയമ്മ ആനക്കുളം ദേശം കാണാൻ പോയിട്ട് അവിടെ കുടികൊണ്ട് മുരുകൻ കെട്ടിക്കൊണ്ട് പോയതിന് ശേഷമാണ് വള്ളിയമ്മ വീണ്ടും ഒരു വിഗ്രഹം ഇവിടെ ഈ അമ്പലപ്പാറയിലെ കനാശ്ശേരി അമ്പലപ്പാറയിൽ കണ്ടെത്തി ഞങ്ങൾ വെച്ചുപൂജ തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പും ഡൗൺലോഡ് ചെയ്യൂ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.